അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മഴക്കാലമാണ്. അപ്പോൾ ആ ഡ്രസ്സ് ഉണങ്ങി കിട്ടാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് എല്ലാവർക്കും. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് നമ്മൾ കാണിക്കുന്നത്. ചെറുതായിട്ടാണ്. നമുക്ക് എല്ലാവരുടെ വീട്ടിലും ഫ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ നമുക്ക് തണുവിന് മാത്രമല്ല ഈ ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഇവിടെ കാണിത്തരണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമുക്ക് കുട്ടികളുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഡെയിലി അങ്ങനെ ഉണങ്ങി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റൂല. അപ്പം സാധാരണ നമുക്ക് രണ്ട് ടൈപ്പ് ഫ്രിഡ്ജിന് വന്നത്, ഒന്ന് ഇവിടെ ഉള്ളിൽ കൂടെ പൈപ്പ് വെച്ച് വരും. അതായത് ഇതിൻ്റെ ഉള്ളിൽ ബാക്ക്, ഇപ്പം നമുക്ക് പഴയ ഫ്രിഡ്ജുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബാക്കിൽ ഈ ബാക്ക് സൈഡായിട്ട് നമുക്ക് ഇത് വന്നത് കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഈ സൈഡിൽ ഗ്രില്ല് വരും, ഇവിടെ ഗ്രില്ല് വരും. അപ്പോൾ ഈ ഗ്രില്ല് നമുക്ക് നല്ലപോലെ ചൂടാവും. ആ മോഡൽ വന്നുണ്ട്. ഹെയർ ചെറിയ കമ്പനികളുടെയൊക്കെ അത് വന്നുണ്ട്. ഇപ്പോൾ ഏതാ കമ്പനി അങ്ങനെ പറയുകയാണെങ്കിൽ വേൾപൂളിന് ഇപ്പോഴും ആ ഗ്രില്ലുള്ള ടൈപ്പ് വന്നുണ്ട്. അപ്പോൾ ഈ ഗ്രില്ലിൽ ചൂടാവും. അപ്പോൾ അതും ഇട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാത്ത ഫ്രിഡ്ജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡ് ചൂടാവും, അതേപോലെ ടോപ്പ് ചൂടാവും, അതേപോലെ തന്നെ നമുക്ക് ഈ സൈഡ് ചൂടാവും. അങ്ങനെ 3 സൈഡ് അതിൻ്റെ ചൂടാവുന്നുണ്ട്. പിന്നെ ബീഡിങ്ങിൻ്റെ സൈഡും വരുന്നുണ്ട്. അപ്പം നമ്മൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇത് ഇപ്പം നമുക്കിത് തണവ് മാത്രം തരാനുള്ളതല്ല, ഈ ഒരു മാർഗം കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങളെ ഞാൻ അപ്പോൾ പറയണേ കേട്ടോ. അപ്പോൾ നമുക്ക് മഴക്കാലമായതിൻ്റെ പേരിൽ ഇപ്പം ഡ്രസ്സ് ഉണങ്ങാതെ കുറച്ച് വന്ന ആൾക്കാർക്കുള്ളൊരു ബുദ്ധിമുട്ട് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഉണക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെയൊക്കെ യൂണിഫോമൊക്കെ നമുക്ക് ഉണങ്ങിയില്ലാന്നുണ്ടെങ്കിൽ, നല്ല മഴയത്ത് ഉണങ്ങിയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്രിഡ്ജിൻ്റെ സൈഡിലിട്ട് നമുക്ക് ഉണക്കാട്ടാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യാറുണ്ട്. വണ്ടോടിങ്ങി അങ്ങനെ തോർത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വന്നതൊക്കെ വിട്ടിട്ടാണ് ഉണക്കാറ്. അപ്പോൾ ആ ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് അതിന് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കാന്തം വേണം. 2, 3, 4 കാന്തം വേണം. അല്ലാതെ നമുക്ക് ആ ഹുക്ക് യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രഷർ എയറിൽ ഇങ്ങനെ പഞ്ച് ചെയ്ത് അങ്ങനെ പ്രസ് ചെയ്ത് വെക്കുന്ന ഹുക്ക് നിൽക്കില്ല. അത് കുറച്ച് നമ്മൾ ഇതിൻ്റെ എന്താ ബോഡി ഇങ്ങനെ ഒരു ഗ്രിപ്പോൾ ടൈപ്പാണ്. അപ്പോൾ അത് നിൽക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ കാന്തം, അതായത് സ്പീക്കറിൻ്റെ കാന്തം എടുത്താൽ മതി. ഇതേപോലത്തെ കാന്തം എടുക്കുക, സ്പീക്കറിൻ്റെ കാന്തം കണ്ട. ഈ കാന്തമാകുമ്പോൾ അവിടെ അതേ ബോഡി മേലെ ടൈറ്റായിട്ട് ഇരുന്നോളൂ. അപ്പോൾ അങ്ങനെ വലിയ ടൈപ്പ് കാന്തമായിരിക്കണം കേട്ടോ. ഇതിപ്പോൾ വേണ്ട. അപ്പോൾ അതങ്ങനെ ഇരുന്നോളൂ. അപ്പം മെയിനായിട്ട് നമുക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാക്കിൽ ഗ്രില്ലുള്ളവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ആ ഗ്രില്ലുമ്പോൾ നമുക്ക് കൊളുത്തിടാം. അപ്പോൾ നമ്മളിത് ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് വയ്ക്കുക, ഒരു മാഗ്നറ്റ് വെച്ച് ഇവിടെ കൊടുക്കുക. അതിങ്ങനെ ഈ ലെവലിൽ തൂക്കിക്കിടന്നാൽ മതി. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ലാതെ അവിടെ നിന്നോളൂ. അതേപോലെ ഇതിൻ്റെ ടോപ്പിലായിട്ടും ഇങ്ങനെയും പിരിച്ചിട്ടാണ്. ഇത് ഇൻവേർ ആയാലും ഇൻവേർ എന്ത് സാധനമായാലും നമുക്ക് ഇടാത്ത അത്യാവശ്യത്തിന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അപ്പുറം ചെയ്യുക, ടോപ്പ് ചെയ്യുക, അങ്ങനെ ചെറുതരം ഫുള്ളായിട്ട് ഇട്ടോ. കാരണം ഇത് ഇപ്പം നേരം വെളുക്കുമ്പോഴേക്കും നല്ല ഡ്രൈ ഉണങ്ങി കിടന്നോളൂ. ഈ കംപ്രസർ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇവിടെ ഹീറ്റാവും, ഈ സൈഡ് ഹീറ്റാവും അതിൻ്റെ. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഉണങ്ങി കിടന്നോളാം. ഇതുപോലെ തോർത്തോളാം. പിന്നെ നേരം വെളുത്ത് വരുമ്പോഴേക്കും കറക്റ്റായിട്ട് ഉണങ്ങി കിടന്നോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു വീഡിയോ കേട്ടോ. ഇത് വളരെ ഗുണം ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ എന്താ പറയുക, വെയിലില്ല എന്ന് നനഞ്ഞ ഡ്രസ്സ് ഉണ്ടായത് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ.